ഇന്ന് ഞങ്ങൾ മിക്കൂസിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം 3 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവൻ നല്ല ഉറക്കം. കിയാര പുറകെ ഇരിപ്പുണ്ട്, അമ്മയുണ്ട്, ഞാനും ചേട്ടനും കൂടെ ആയിട്ട് പോവുകയാണ്. അപ്പോഴാണ് വഴിക്ക് വെച്ചിട്ട് ഞങ്ങൾ കോഴി ഒന്ന് പുറത്ത് ചാടിയായിരുന്നു. അപ്പം ഞങ്ങൾ അത് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതിന് വഴി അറിയാമെന്നുള്ളതുകൊണ്ട് അതെന്തായാലും തിരിച്ച് കയറി. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ തിരുവനന്തപുരത്ത് ജൂബിലി ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അവിടെ ആകുമ്പം മാഡത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അറിയാമല്ലോ നോക്കുമ്പോൾ. അപ്പോൾ അവിടെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നാലാഞ്ചിറ എത്താറായി കേട്ടോ. ഇവിടെ ഏതാണ്ട് മാറിവാനീസ് കോളേജ് എത്തിയിട്ടുണ്ട്. ഇതാണ് മാറിവാനീസ് കോളേജ് കേട്ടോ. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതാണ് മാറിവാനീസ് കോളേജിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇവിടെയാണ് ചേട്ടൻ ജോലി ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പാളയമാണ് കേട്ടോ. തിരുവനന്തപുരം പാളയമാണ് ജൂബിലി ഹോസ്പിറ്റൽ. കിയാറേനെ ഞങ്ങൾ അവിടെ തന്നെയാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അമ്മയുടെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ലതാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ തരും. നല്ല സോഫ്റ്റായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. പിള്ളേരുടെ അടുത്തൊക്കെ ഉള്ളൊരു ഇടപെടലാണെങ്കിലും നല്ലതാണ്. മിക്കൂസിന് ഇനി 1.5 മാസത്തിനുള്ള വാക്സിനേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ പനിയൊന്നും മാറാത്തതുകൊണ്ട് അവനിപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നന്നായിട്ട് മാറിയതിന് ശേഷം എടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 30-ാം തീയതിയാണ് മിക്കൂസിൻ്റെ വാക്സിനേഷൻ വരുന്നത്, 1.5 മാസത്തിൻ്റെത്. അപ്പോൾ പനി മാറിയതിന് ശേഷം അടുത്ത മാസം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കിവിടെ അടുത്താണെങ്കിലും എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ച് തൈക്കാട് ആശുപത്രിയിൽ കൊണ്ടുപോയി എടുക്കാമെന്ന്. അവിടെയും നല്ലതാണ്, പിള്ളേരുടെ ആശുപത്രിയല്ലേ. അപ്പോൾ അത് കാരണം നന്നായിട്ട് അവിടെ എല്ലാം നന്നായിട്ട് സേഫായിട്ടെല്ലാം നോക്കുന്നതാണ്, നല്ലതാണ് ആശുപത്രി. അപ്പോൾ ഞങ്ങളോർത്ത് വാക്സിനേഷനാണല്ലോ ഇവിടെ അടുത്ത് എടുക്കാമെന്ന് വിചാരിച്ച്. നമുക്കിവിടെ ഈ അംഗൻവാടി വഴിയിട്ട് ഹെൽത്തിലില്ലേ, നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് പോയി എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അതേ ജൂബിലി ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. ഇതാണ് ജൂബിലി ഹോസ്പിറ്റൽ. ഇവിടെയാണ് മെയിൻ ഗേറ്റ്. ഇതുവഴി നമ്മളിങ്ങനെ പോകണം. ഇതിനകത്തോട്ടാണ് നമ്മൾ കാഷ്വാലിറ്റിയിലൊക്കെ പോകുന്നത്. ദേ ഇവിടെ കണ്ടില്ലേ മദർ ആൻഡ് ചൈൽഡ്, അവിടെയാണ് കുട്ടികളെ അമ്മേനെയൊക്കെ നോക്കുന്നതും എല്ലാം. പിന്നെ ഡെലിവറിയൊക്കെ ഇപ്പുറത്തോട്ടാണ്. ഇപ്പോൾ ഈ മദർ ആൻഡ് ചൈൽഡൊക്കെ പുതിയൊരു കെട്ടിടമാണ് കേട്ടോ. പുതുതായിട്ട് അവർ ചെയ്തതാണ്. പിന്നെ അതെല്ലാം ഇങ്ങോട്ടേക്ക് വരും. ഞാൻ ഹോസ്പിറ്റലിനകത്ത് കയറി. ചേട്ടൻ OP എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഒരാഴ്ചത്തേക്ക് മുന്നേ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്ന് കാണിക്കുന്നതെങ്കിൽ നമുക്ക് OPക്ക് വീണ്ടും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 250 രൂപ കൊടുക്കണം. ഇതിപ്പോൾ ഞങ്ങൾ വന്നിട്ട് 3 ദിവസമായിട്ട് വീണ്ടും കാണിക്കുമല്ലേ. അപ്പോൾ നമുക്ക് OPക്ക് വീണ്ടും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അഞ്ജു മാഡം. ചേട്ടൻ നിൽക്കുന്നു. കിയാര ഭയങ്കര ഓട്ടവും ബഹളമായിരുന്നു. അപ്പോൾ ചേട്ടൻ അവളുടെ പുറകെ പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുമായിരുന്നു. പിന്നെ മിക്കൂസാണെങ്കിൽ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഒന്ന് ഉണർന്നു. പിന്നെ അവനെ ഒന്ന് കളിപ്പിച്ചുകൊണ്ടൊക്കെ ഞാൻ ഇരിക്കുന്നുണ്ട്.
ഇവളാണെങ്കിൽ ഭയങ്കര ഓട്ടമായിരുന്നു. കിയാരെ പിടിച്ചാൽ കിട്ടത്തില്ല അവളെ. അവൾ ഭയങ്കര ഓട്ടവും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അവനെ മടിയിലൊക്കെ വെച്ച് തരാം ഇരുത്താമെന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിലാണ് അവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് ഞാൻ. അവൾക്കാണെങ്കിൽ എപ്പോഴും പിന്നെ അവന് ഉമ്മ കൊടുക്കണം, അവനെ എടുക്കണം, അങ്ങനെ ഒരു ബഹളമാണ്. അതുകൊണ്ട് അവൾ ചെന്ന് നിൽക്കുന്നുണ്ടല്ലേ, മാഡം അകത്തൊരു പേഷ്യൻ്റ് അവിടെ ഇരിപ്പുണ്ട്. ഇവൾ ചെന്ന് അവിടെ വായി നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. പറഞ്ഞിട്ടാണെങ്കിൽ അവൾ വരുന്നുമില്ല. പിന്നെ ഒരു വിധത്തിൽ എൻ്റെ ഫോണൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിരുത്തി അവിടെ. ഫോൺ എന്നാലും അധികം അവളങ്ങനെ എടുക്കത്തില്ല. അവൾക്ക് വേണമെന്നും പറഞ്ഞ് ഫോൺ അങ്ങനെ വാശി പിടിച്ച് അവൾ വാങ്ങത്തില്ല. പക്ഷെ നമ്മൾ ചിലപ്പോഴത്തേനും ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഇരുത്തുന്നതാണ്. അല്ലാതെ അവളായിട്ട് അങ്ങനെ വാശി പിടിച്ച് ഫോൺ അങ്ങനെ വാങ്ങാറില്ല. അങ്ങനെ മിക്കൂസിനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ കുഴപ്പമില്ല, ചെസ്റ്റ് ക്ലിയറാണ്, ഇനിയിപ്പോൾ ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, ഇപ്പോൾ ചുമ മാറാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വിചാരിച്ച് ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇനി പാളയം വരെ ഇത്രയും ദൂരം വന്നതല്ലേ, വെട്ടുകാട് പള്ളിയിൽ ഒന്ന് പോയേക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് പോകുന്നതാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ അവിടെയുള്ളൊരിതാണ്, നല്ല രസമല്ലേ. വൈകുന്നേരം ഇപ്പോൾ എന്തായാലും നല്ല മഴ പെയ്യുമെന്ന് തോന്നിയായിരുന്നു. എന്നിട്ട് നല്ല മഴക്കാറുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ എപ്പോഴും മഴയാണ്. മഴ കാരണം കുഞ്ഞിൻ്റെ തുണിയൊന്നും ഉണക്കിയെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും, ദൈവമേ മഴയത്ത് തുണി ഉണക്കിയെടുക്കാനുള്ള പാട്. തുണി ഉണങ്ങാനായിട്ട് ഭയങ്കര പാടാണ്. ഇവൻ്റെ ആണെങ്കിൽ നമ്മളെ മുണ്ടൊക്കെ ഇല്ലേ, അതൊന്നും എപ്പോഴും മുള്ളുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് തുണി കഴുകാനും ഉണ്ട്, എന്നാൽ ഒന്ന് ഉണങ്ങിയെടുക്കാൻ പറ്റുന്നുമില്ല. എപ്പോഴും നമുക്ക് പാമ്പറൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കുഞ്ഞാണ്ട് ഞാൻ എപ്പോഴും അവന് പാമ്പറൊന്നും യൂസ് ചെയ്യത്തില്ല. രാത്രി കിടക്കുന്ന ഒരു ടൈമിലാണ് പാമ്പർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ പാമ്പർ കാരണം ആ സമയത്താകുമ്പോൾ ചിലപ്പോൾ ഇവൻ മൂത്രമൊഴിച്ച് നനഞ്ഞ് പിന്നെ എപ്പോഴും അവൻ എഴുന്നേൽക്കും. പിന്നെ അവന് ഉറങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അവന് പാമ്പർ വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ ഡ്രൈ ഷീറ്റ് അടിയിലിട്ട് അങ്ങനെയാണ് കിടത്താറുള്ളത് കേട്ടോ. ഡ്രൈ ഷീറ്റാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അവന് പിന്നെ മറ്റേത് പാമ്പർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോൾ അവനൊരു ബുദ്ധിമുട്ടുമായിരിക്കും. പിന്നെ ഞങ്ങളിവിടെ ബ്ലോക്കൊക്കെ താണ്ടി ഇവിടെ എത്തിയപ്പോൾ ഒരു സമയമായി, ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ പള്ളിയിലെത്താൻ വേണ്ടിയിട്ട് ലേറ്റായി. എന്നാൽ ഹോസ്പിറ്റലിൽ നേരത്തെ ഇറങ്ങിയായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്നൊരു സമയമല്ലേ, അത് കാരണം ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് പള്ളിയിൽ വന്നത്. അതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. കണ്ടില്ലേ ഇവിടെ ഇങ്ങനെയൊക്കെ ഈ മണലിൽ. ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീച്ചിൻ്റെ അടുത്താണ് ഈ പള്ളി. പുറകിലോട്ട് കാണുന്നതുണ്ട് ആ പള്ളിയുടെ അങ്ങ് താഴോട്ടേക്ക് ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നേരെ ആ കടലിലേക്ക് അങ്ങ് പോകും. അവിടെ ചെന്ന് കളിച്ചിട്ടൊക്കെയാണ് എല്ലാവരും പിന്നെ വീട്ടിലേക്കൊക്കെ പോകുന്നത്. പിന്നെ വെള്ളിയാഴ്ച ആയത് കാരണം നല്ല തിരക്കും കാര്യമായിരുന്നു. പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ടൊക്കെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ എൻ്റെ ദൈവമേ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. പിന്നെ ഒരു വിധത്തിൽ ഓടി വണ്ടിയിലൊക്കെ കയറി വീട്ടിൽ വന്നിട്ടുള്ള കാഴ്ചയാണ്. കിയാരതെ എപ്പോഴും അവൻ്റെ അടുത്ത് ഇങ്ങനെയാണ്.